കൂട്ടുകാരെ, നമുക്കൊന്ന് മിൽക്ക് മെയ്ഡ് വീട്ടിൽ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനിതാ മിനിമം സംഘത്തിൽ നിന്ന് 4 ലിറ്റർ പാലാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. കണ്ടില്ലേ? ഈ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്ന സംഭവം വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇത് പായസം ഉണ്ടാക്കിയാലുണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും. അതിലൊരിച്ചിരി പായസത്തിൽ ഒഴിച്ചാൽ അതൊരു 1.5 പായസമായിരിക്കും. അതേപോലെ ചായ, ചിലവർക്ക് പാല് വാങ്ങാൻ പോകാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഒരു സ്പൂൺ അതിലെടുത്തിട്ടിട്ട് ചായ അങ്ങോട്ട് ഇങ്ങോട്ട് 2 ഗ്ലാസ്സിൽ ആറ്റി കുടിച്ചാൽ അത് അടിപൊളി ഒരു പാൽ ചായ ആവും. അതേപോലെ ബ്രെഡ് ഉണ്ടാവും. അതിൽ ഇനി പുരട്ടാനൊന്നും ഇല്ലല്ലോ നോക്കുമ്പോൾ ഇതെടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ടുവന്ന് ഇച്ചിരി പുരട്ടി അത് കഴിക്കാനും കുട്ടികൾ കൊടുക്കാനും അത് വേറൊരു ഭയങ്കര ടേസ്റ്റ്. ഇത് ഉണ്ടാക്കി വെച്ചാൽ പാല് ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. ഇനി നമുക്ക് പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായി. നമുക്കിത് നന്നായിട്ട് കത്തിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അടി കട്ടിയുള്ള പാത്രം വേണം വെക്കാൻ. അതില്ലെങ്കിൽ അടി പിടിക്കുള്ള ഉരുളിയൊക്കെ ആണെങ്കിൽ ബെസ്റ്റാ. ഈ പാല് തിളയ്ക്കണ വരെ നല്ല കത്തിച്ചു കൊടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ കുറേച്ചേ കത്തിക്കാൻ പാടുള്ളൂ. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ ഇളക്കുക. പാല് നല്ലപോലെ തിളച്ച ഇനിയിപ്പോൾ ഇതിന് ചെറിയ തീ വേണം വെക്കാൻ. ഇനി നമുക്കിതിൽ കട്ടി കൂടി കിട്ടാൻ ഒരു 400 ഗ്രാം പാൽപ്പൊടി ഇടാം. ഇട്ട് ഇളക്കി കൊടുക്കുക. കുറേച്ചായി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ താഴ്ത്തി ഇടട്ടോ മോനെ, പറക്കാണ്ട്. ഇത് തിളയ്ക്കണത് വരെ നല്ല തീ വെക്കണം. തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് തീയിലെ ഇളക്കാവ്. പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തീയെ വെക്കാവ്. വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ ഇത് 4 ലിറ്ററിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. 2 ലിറ്ററിൽ ഉണ്ടാക്കാം, 1 ലിറ്ററിൽ ഉണ്ടാക്കാൻ, 1/2 ലിറ്ററിൽ വരെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി സിമ്പിളായിട്ട് എടുത്തൊരു ബോട്ടിലാക്കി വെച്ചാൽ അവിടെ ഇരിക്കും. കുറേച്ച തീ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറേച്ച തീ കത്തിക്കുക. ഗ്യാസ്മേ വെക്കുകയാണെങ്കിൽ ചെറിയ തീയെ കത്തിക്കാവൂ. പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1.5 കിലോ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇനി നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. ഇനി ഇത് വിടാതെ ഇളക്കണേ. കൈയെടുക്കാനേ പാടില്ല, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ആവണില്ലേ,
അതെന്താ ആവാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് ചെറിയ തീയില ഇപ്പോൾ വെക്കണത്, അതാണ് പെട്ടെന്നാവാത്തത്. തോന തീ വെച്ചാൽ വേഗം ആവുകയും ചെയ്യും, അടി പിടിക്കുകയും ചെയ്യും, ടേസ്റ്റ് കുറയുകയും ചെയ്യും. ചെറിയ തീയായിട്ട് വെച്ച് പതുക്കെ പതുക്കെ അങ്ങനെ ഇളക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിച്ചു നോക്കുമ്പോൾ. അപ്പം നമ്മൾ ഉണ്ടാക്കണ ഒരു ടേസ്റ്റ് പ്രത്യേകം ഉണ്ടാവും. ഇളക്കിയിട്ടേ ഇതിൻ്റെ കളറൊക്കെ മാറിയതാ കുറുകി വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇനി ഒരു ലേശം കൂടി ആവാണ്ട്, അതുകൂടി ആയാൽ നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഓക്കെ ആവും. അങ്ങനെ നമ്മൾ ഇതേവരെ പരിശ്രമിച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പാകം നമുക്ക് നോക്കാം. ഇനി ഇതാ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൽ ഒട്ടില്ല, കണ്ടില്ലേ? നല്ല സൂപ്പറായിട്ട് സുറെന്ന് പറഞ്ഞ് വലിച്ചപ്പോൾ വന്ന്, അത് മിൽക്ക് മെയ്ഡിൻ്റെ പാകം അതാണ്. അപ്പം മിൽക്ക് മെയ്ഡായി. നമുക്കിനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഇനി നന്നായിട്ട് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡിയായി. ശരിക്ക് കട്ടിയായിട്ടുള്ള മിൽക്ക് മെയ്ഡായി. ഇപ്പം നമുക്ക് ഇത് ഒരു കുപ്പിയിൽ ഒഴിച്ചേക്കാം. കുപ്പിയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ കുപ്പിയിൽ ഒരു തുള്ളി വെള്ളം നനവ് പാടില്ല. ഇതിപ്പോൾ വലിയ കുപ്പി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ കുപ്പിയിൽ ഒഴിച്ചു വെക്കുക. ഇതാ കണ്ടില്ലേ? 4 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഇത് കിട്ടിക്കണത് ഇപ്പോൾ 2 ലിറ്ററിൻ്റെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ പാക്കറ്റ് പാൽ അല്ലാത്തത് കൊണ്ടാവാം. നമ്മൾ മിനിമേൽ പാല് നേരിട്ടെടുക്കുന്നിടത്ത് പോയി വാങ്ങിയ പാലാണിത്, ഒറിജിനൽ പാല്. അതുകൊണ്ടായിരിക്കാം. അത് നല്ല കട്ടി ഉണ്ടാവുമല്ലോ പാൽ, ആ കട്ടി കൊണ്ടും ആവാം. പാക്കറ്റ് പാലാകുമ്പോൾ നല്ല ലൂസ് പാലായിരിക്കും, അതിൻ്റെ നെയ്യൊക്കെ എടുത്തിട്ടാണല്ലോ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത്ര കട്ടി കിട്ടിക്കോണമെന്നില്ല, ഇത്ര കിട്ടിക്കോണമെന്നില്ല. ഇത് എപ്പോൾ ഉണ്ടാക്കിയാലും നല്ല പശുവും പാല്, നല്ല ഒറിജിനൽ പാല് വാങ്ങിയിട്ട് ഉണ്ടാക്കുക. അപ്പോഴാണ് ഇത്രയും കട്ടിയും കിട്ടുക, ഇത്രയും കളറും എല്ലാം കിട്ടി വരുന്നത്. നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.